അമേരിക്കയുടെ കരുത്തിന്റെ അടയാളമായി പശ്ചിമേഷ്യയിലേക്ക് നിയോഗിക്കപ്പെട്ട USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് കടുത്ത നാശനഷ്ടങ്ങളുമായി യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. നിലവിൽ ക്രൊയേഷ്യയിലെ സ്പ്ലിറ്റ് തുറമുഖത്ത് അറ്റകുറ്റപ്പണികൾക്കായി നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പൽ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും വേണ്ടിവരും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഈ കപ്പലിൽ തീപിടുത്തമുണ്ടായപ്പോൾ അത് വെറും സാങ്കേതിക തകരാർ മൂലമാണെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വാദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ മിസൈൽ ആക്രമണമാണ് ഈ കപ്പലിനെ ഇത്രത്തോളം തകർത്തതെന്നത് വ്യക്തമാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധക്കപ്പലായ ഇതിന് ഏകദേശം $13.2 ബില്യൺ നിർമ്മാണ ചെലവ്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക അഗ്നിശമന സംവിധാനങ്ങളുള്ള ഈ കപ്പലിൽ 30 മണിക്കൂറിലധികം തീ ആളിപ്പടർന്നു എന്നത് സാങ്കേതിക തകരാർ എന്ന വാദത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഇത്രയും സജ്ജീകരണങ്ങളുള്ള ഒരു കപ്പലിൽ ഇത്രയും നേരം തീ അണയ്ക്കാൻ കഴിയാതിരിക്കുന്നത് പുറത്തുനിന്നുള്ള ശക്തമായ ആഘാതം മൂലമാണെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് കപ്പലിന്റെ ഉൾഭാഗം പൂർണ്ണമായും പ്രവർത്തനരഹിതമായതായാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 600ഓളം നാവികർക്ക് അവരുടെ താമസ സൗകര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു. കപ്പലിന്റെ പ്രധാന ഭാഗങ്ങളിൽ തീപിടിച്ചതോടെ വിമാനങ്ങൾ ഉയർത്തുന്ന സംവിധാനങ്ങളും ഹാങ്കറുകളും തകരാറിലായി. ക്രീറ്റിൽ നങ്കൂരമിട്ടപ്പോഴാണ് കപ്പലിനേറ്റ പരിക്കിന്റെ ആഴം പുറം ലോകമറിയുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പട്രോളിങ്ങിനിടയിലാണ് ഈ കപ്പലിന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് എന്നത് അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു തിരിച്ചടിയാണ്. ഇറാന്റെ ആക്രമണത്തിന് മുന്നിൽ അമേരിക്കൻ സൈനികർ ഭയചകിതരാകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം തീ അണഞ്ഞതിന് ശേഷം പോലും നാവികർ കടുത്ത ഭീതിയിലായിരുന്നു എന്നതാണ്. കപ്പലിലെ ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയാണിപ്പോൾ. അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും സമാനമായ രീതിയിൽ ഇറാന്റെ ആക്രമണ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് സുരക്ഷിത സ്ഥാനമായ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാറ്റേണ്ടി വന്നു. ഇത് അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിനേറ്റ വലിയൊരു പ്രഹരവുമാണ്. പഴയകാല യുദ്ധസന്നാഹങ്ങളുമായി വന്നാൽ പുതിയ കാലത്തെ പ്രത്യാക്രമണങ്ങളെ നേരിടാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ നൽകുന്നത്. അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ ഒരു കരുത്തായ ജെറാൾഡ് ഫോർഡിനെ നിശ്ചലമാക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചതിന്റെ തെളിവാണ്. വെനിസ്വേലയിൽ ഉൾപ്പെടെ വിന്യസിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പൽ പശ്ചിമേഷ്യയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ തകർക്കപ്പെട്ടത്. ചുരുക്കത്തിൽ കുറഞ്ഞത് 12 മുതൽ 14 മാസം വരെ ഈ കപ്പൽ കമ്മീഷനിൽ നിന്ന് പുറത്തായിരിക്കും. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും തന്ത്രപരമായും വലിയ നഷ്ടമാണ്. ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പലിനെ സംരക്ഷിക്കാൻ പോലും കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ കരുത്തുറ്റ നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് പോലും മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുതിയ കാലത്തെ യുദ്ധമുറകളിൽ അമേരിക്കയുടെ പഴയ തന്ത്രങ്ങൾ വില പോകില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത്.